വിദ്യാലയ വർഷാരംഭം കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളും മറ്റുള്ളവരും പ്രാർത്ഥനാമുറിയിൽ സമ്മേളിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു. പ്രതിഷ്ഠിച്ചിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ സമീപം പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ തുടങ്ങിയവ പഠനോപകരണങ്ങൾ മേശപ്പുറത്ത് പൂജ്യമായി വച്ചിരിക്കുന്നു. എല്ലാവരും ദിവ്യബലിയിൽ സംബന്ധിച്ച ദിവ്യകാരുണ്യം അനുഭവിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തജ്ഞാനിയായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധിയിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങയുടെ അനന്തമായ ജ്ഞാനത്താൽ ഞങ്ങളെ വിജ്ഞാനികളാക്കണമേ. ഇന്ന് വിദ്യാലയത്തിലേക്ക് പുറപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദയാപൂർവം അനുഗ്രഹിക്കണമേ. പ്രകൃതി വസ്തുക്കളെ നിരീക്ഷിച്ചും എല്ലായിടത്തും അങ്ങയുടെ കരവേല ദർശിച്ചും പാഠ്യപുസ്തകങ്ങളിൽ നിന്ന് അവഗാഹം നേടിയും ഇവർ ഉത്തരോത്തരം പുരോഗമിക്കുവാൻ ഇടയാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഹൃദയത്തിൽ എൻ്റെ വചനങ്ങൾ സംഗ്രഹിക്കുക, എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. ജ്ഞാനം സമ്പാദിച്ച് വിവേകിയാകുക. എൻ്റെ ജ്ഞാനത്താൽ വചനങ്ങൾ മറന്നു കളയരുത്. അവയിൽ നിന്ന് നീ വിട്ടുകളയുമരുത്. വിജ്ഞാനം ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാത്തുകൊള്ളും. അതിനെ സ്നേഹിച്ചാൽ അത് നിന്നെ പാലിക്കും. ദുഷ്ടരുടെ മാർഗങ്ങളിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുകയുമരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. യാക്കോബ് 3:13. വിജ്ഞാനവും ഗ്രഹണവും ശേഷിയുള്ളവർ നിങ്ങളിൽ ആരുണ്ട്? വിജ്ഞാനത്തിൻ്റെ സൗമ്യതയുള്ള നല്ല ജീവിതത്തിലൂടെ അവനത് പ്രവൃത്തിയിൽ പ്രകടമാക്കട്ടെ. നിങ്ങളിൽ കടുത്ത അസൂയയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിമോഹവും ഉണ്ടെങ്കിൽ സത്യത്തിനെതിരായി അഭിമാനിക്കുകയോ വ്യാജം പറയുകയോ ചെയ്യരുത്. ഈ വിജ്ഞാനം ഉന്നതങ്ങളിൽ നിന്നുള്ളതല്ല, അത് ഭൗമികവും വൈകാരികവും പൈശാചികവുമാകുന്നു. എന്നാൽ ഉന്നതങ്ങളിൽ നിന്നുള്ളതല്ല, അത് ഭൗമികവും വൈകാരികവും പൈശാചികവുമാകുന്നു. എന്നാൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമതായി പരിശുദ്ധമാകുന്നു, സമാധാനപരവും സൗമ്യവും വിവേകമുള്ളതും കരുണയും സൽഫലങ്ങളും കൊണ്ട് നിറഞ്ഞതും ചാഞ്ചല്യമോ കാപട്യമോ ഇല്ലാത്തതുമാകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിജ്ഞാനദാതാവായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് വിദ്യാലയത്തിലേക്ക് തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പഠനത്തിലെ ഏകാഗ്രതയും പരീക്ഷണങ്ങളിൽ വിജയവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവർക്ക് സ്വഭാവശുദ്ധിയുള്ള നല്ല സഹപ്രവർത്തകരെയും വിജ്ഞാനമുള്ള സ്നേഹസമ്പന്നരായ അധ്യാപകരെയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്നും നേർവഴിക്ക് വരെ നയിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും പഠനോപകരണങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കാം. സച്ചിദാനന്ദ സ്വരൂപനായ ദൈവമേ, ഞങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കുഞ്ഞുങ്ങളുടെ സ്നേഹിതനായ ഈശോയെ ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ലോകഗുരുവായ മിശിഹായെ, ഞങ്ങളുടെ പഠനോപകരണങ്ങളെ അങ്ങയുടെ പാദാന്തികത്തിൽ സമർപ്പിക്കുന്നു. അവയെ അങ്ങ് കാരുണ്യപൂർവ്വം ആശീർവദിക്കണമേ. വിജ്ഞാനദാതാവായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തിൽ സംപ്രീതനാകണമേ. ഞങ്ങളുടെ വിദ്യാലയ വർഷത്തിൽ എല്ലാ അപകടങ്ങളിലും അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെയും ബോധത്തെയും നിയന്ത്രിക്കുകയും ലക്ഷ്യബോധത്തോടെ പഠിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ. മാതാപിതാക്കളുടെ അനുഗ്രഹം യാചിക്കുന്നു. കൈകൾ പിടിച്ച് അവരെ ആശീർവദിക്കുന്നു. മകനെ, മകളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.